ഹലോ ഗെയ്സ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ എട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ബിഗിനേഴ്സിനെല്ലാം ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ കുറച്ച് വീഡിയോസ് എല്ലാം നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ തൊട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ്സൈറ്റിനെ കുറിച്ചായിരുന്നു. നമ്മുടെ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ നമ്മുടെ ക്രിപ്റ്റോ ട്രേഡിങ്ങിനെല്ലാം വേണ്ടിയിട്ട് മാർക്കറ്റ് അനാലിസിസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനും ഈ ഒരു വെബ്സൈറ്റ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ്ലി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ നിൽക്കുന്നത് ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ്സൈറ്റിലാണ്. നമുക്കിനി ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവില്ല. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ബേസിക്കലി ഇതൊരു പെയ്ഡ് വെബ്സൈറ്റ് ആണ്. ഇവരുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ചാർട്ട് ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ബേസിക് ലെവലിലുള്ള മാർക്കറ്റ് അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എല്ലാം ഇതിൽ ഫ്രീ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു സൈൻ അപ്പ് ബട്ടൺ കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, ഇവിടെ ഒരുപാട് സൈൻ അപ്പ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിലൊരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഗൂഗിൾ അക്കൗണ്ടോ അല്ലാതെ ഫേസ്ബുക്കോ ട്വിറ്ററോ ഏത് വെച്ചിട്ട് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ അടുത്തുള്ള ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമുക്കിതിൽ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നിങ്ങൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്ത് വന്നിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈലിൽ ഈ ഒരു ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരുത്തണമെന്ന്, നമ്മുടെ പാസ്വേഡ് അല്ലാതെ യൂസർ നെയിമോ ഫോട്ടോ എന്ത് വേണം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു മെയിൻ വിൻഡോയിൽ തന്നെ ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റി, പിന്നെ അതുപോലെ മാർക്കറ്റ്സ്, ബ്രോക്കേഴ്സ്, ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് വ്യൂ എന്നുള്ളത് ബേസിക്കലി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ഇൻഡിക്കേറ്റേഴ്സും അഡ്വാൻസ്ഡ് ചാർട്ട് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്ത് ആവും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ക്രിപ്റ്റോ കറൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചാർട്ട് ഇതിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ അതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു മാർക്കറ്റ് അനാലിസിസ് എല്ലാം എങ്ങനെ ചെയ്യാം, അതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു ട്രേഡ് എടുക്കാം, അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു ചാർട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ചാർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ സെർച്ചിൽ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബിറ്റ്കോയിൻ USDTയുടെ ഒരു ചാർട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ BTC USDT എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബിറ്റ്കോയിൻ്റെ ഒരുപാട് പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പല പല എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ നമ്മുടെ ഏത് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആ എക്സ്ചേഞ്ചിൻ്റെ ചാർട്ട് നമ്മൾ എടുക്കണം. കാരണം ഓരോ എക്സ്ചേഞ്ചിലും ഡിഫറെൻറ്റ് പ്രൈസുകളാവാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ BTC USDT എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ സ്റ്റോക്ക്, ഫണ്ട്, ഫ്യൂച്ചേഴ്സ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ഈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്കറിയാം ഇത് ക്രിപ്റ്റോ ആണ്. അപ്പോൾ ക്രിപ്റ്റോയിൽ നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ബൈനാൻസ് എന്നുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ ചാർട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബൈനാൻസ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബൈനാൻസിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ബൈനാൻസ് US, ഇത് US-ലുള്ള ആളുകൾക്കുള്ളതാണ്. അതുപോലെ ഇത് ബൈനാൻസ് നോർമൽ, ബാക്കിയുള്ള എല്ലാ ആളുകൾക്കുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സ് നിന്ന് നമുക്ക് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ പേഴ്സ് ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം ഡിഫറെൻറ്റ് ചാർട്ടുകളാണ്. ഒന്ന് സ്പോട്ടാണ്, ഒന്ന് ഫ്യൂച്ചറാണ്, അതുപോലെ ഒന്ന് സ്വാപ്പ് ക്രിപ്റ്റോ, അതുപോലെ പെർപെക്ച്വൽ ഇതാണ് വരുന്നത്, ഫ്യൂച്ചേഴ്സാണ് ഇത് വരുന്നത്, അതുപോലെ ഇൻഡെക്സ് ആണ്. അങ്ങനെ പലതരത്തിലാണ്. അപ്പോൾ നമുക്ക് നോർമൽ നിങ്ങൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ക്രിപ്റ്റോ എടുത്താൽ മതി. ഇനി ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്ന സമയത്ത് അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഈ ഒരു സ്പോട്ട്, ഇതിലാണ് നമ്മുടെ അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്, ഈ സ്പോട്ടിലാണ്.
അപ്പോൾ നമ്മളിവിടെ ലോഞ്ച് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ചാർട്ട്, ക്രിപ്റ്റോയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും പിന്നെ ഒരു ട്രേഡ് എടുക്കുന്നതിനും ഇതിൽ എന്തൊക്കെ ഓപ്ഷനാണ് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നതിൽ എന്തെങ്കിലും കളേഴ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ടിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഓരോന്നും ഇതിൽ കാണുന്ന ഈ അപ്പിയർ ചെയ്യുന്ന ഓരോന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണം, അതിനുള്ള ഒരു ഓപ്ഷനാണ് ക്യാൻവാസ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യണം, ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ, നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള വൈറ്റ് കളർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല കസ്റ്റമൈസേഷനും നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിലുള്ള കാണുന്ന ഓപ്ഷൻസ് ഓരോന്ന് എന്താണെന്നുള്ളത് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് സെർച്ച് ഓപ്ഷനാണ്. അപ്പോൾ ഈ സെർച്ച് ഓപ്ഷൻ എന്താണെന്നുള്ള നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കൊരു ക്രിപ്റ്റോ കറൻസി സെർച്ച് ചെയ്ത് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ സെർച്ച് ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കമ്പയർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് കൂടി ഈ ഒരു ചാർട്ടിൽ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് കമ്പയർ ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു സപ്പോസ് എത്തീറിയം ആണെന്ന് എത്തീറിയം എടുക്കാം. ഇപ്പോൾ എത്തീറിയം USDT എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബൈനാൻസിൻ്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്തീറിയത്തിൻ്റെ പ്രൈസ് കൂടി ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ലൈൻ ചാർട്ട്, പിങ്ക് കളറിൽ വന്നിട്ടുള്ള ലൈൻ ചാർട്ട് എത്തീറിയത്തിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റേ ടൈം നമുക്ക് രണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് മൂവ്മെൻറ്റിന് എന്ത് ചെയ്യാം, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കമ്പയർ ഓപ്ഷൻ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്, ഈ കാണുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കാണുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് മാത്രമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് എന്നുള്ളത് ഈ ടൈം ഫ്രെയിം ആയിരുന്നു. നമുക്കറിയാം ടൈം ഫ്രെയിമിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു മുന്നേ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ചാർട്ടിനെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണിത്. സപ്പോസ് ഇതിപ്പോൾ നിൽക്കുന്നത് 2 ഹവേഴ്സിലാണ്, 15 മിനിറ്റ്സിലേക്ക് ആക്കണം. ജസ്റ്റ് 15 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് ചാർട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള 1 ഹവറിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ചാർട്ട് ടൈപ്പ് ആയിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഇനി നമുക്കിത് ഡിഫറെൻറ്റ് ചാർട്ട് ടൈപ്സിലേക്ക്, ഇവിടെ കാണുന്ന ലൈൻ ചാർട്ടിലേക്കാണ് ലൈൻ ചാർട്ടിലേക്ക് മാറ്റാം. അതുപോലെ ബാർസ്, അങ്ങനെ ഒട്ടനവധി ചാർട്ടുകളുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നത്, അനലൈസ് എല്ലാം യൂസ് ചെയ്യുന്നതിന് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ ഈ ട്രേഡിങ് കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർട്ടിലേക്ക് അനലൈസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. സപ്പോസ് നമുക്ക് വോളിയം ചാർട്ടാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോളിയം എന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ട്രാൻസാക്ഷനിൽ എത്ര വോളിയം വരുന്നുണ്ടെന്ന് കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വോളിയം ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതെല്ലാം എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്. കാരണം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് വീഡിയോ വളരെ ലെങ്തി ആവുന്നതാണ്. കാരണം അതിനെല്ലാം സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ RSI എന്നുള്ള സ്റ്റൊക്കാസ്റ്റിക് RSI എന്നുള്ള വേറൊരു ഇൻഡിക്കേറ്ററാണ്. ഇത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോൾ അതും ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ടെന്നുള്ളത് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നത് ഇതൊരു ബേസിക് പ്ലാനാണ്. അപ്പോൾ ഈ ബേസിക് പ്ലാനിൽ അറ്റ് എ ടൈം നമുക്ക് 3 ഇൻഡിക്കേറ്റേഴ്സ് ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ കുറേ പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസിന് ഈ ഒരു ബേസിക് പ്ലാനിലെ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ധാരാളമാണെന്നുള്ളതാണ്. അതുപോലെ ഇനിയിപ്പോൾ കാണുന്ന ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂസിലോ അതുപോലെ ഇതിൻ്റെ കാണുന്ന കളേഴ്സിലോ ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് എന്നുള്ളത് വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറ്, വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. നെക്സ്റ്റ് എന്നുള്ള ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിൽ രണ്ട്
എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വോളിയം അതുപോലെ RSI. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു, വോളിയം RSI എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ ഏത് ചാർട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് മാനുവലി അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ടെംപ്ലേറ്റ് ഓപ്ഷൻ എന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമുക്കിവിടെ കാണാം അലേർട്ട് ഓപ്ഷൻ. അലേർട്ട് ഓപ്ഷൻ എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ വർക്കിൻ്റെ കൂടെ അല്ലാതെ വേറെ കാര്യത്തിൻ്റെ കൂടെ ട്രേഡിംഗ് എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിൽ പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു അലേർട്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പ്രൈസിൻ്റെ ബേസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള വോളിയം, സ്റ്റൊക്കാസ്റ്റിക്സ്, RSI. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രൈസ് മൂവ്മെൻറ്റിൽ ഇപ്പോൾ വോളിയം എത്ര കൂടുന്ന സമയത്ത്, അല്ലാതെ സ്റ്റൊക്കാസ്റ്റിക്സ്, RSI അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്ററിലെ പ്രൈസിൽ എത്ര മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ അലേർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നമ്മൾ പ്രൈസ് തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് 103,922 നമുക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടത് 4,000-ലാണെന്നുണ്ടെങ്കിൽ 4,000 ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രിഗറിങ് ടൈം കൊടുത്തിട്ടുണ്ട്. ട്രിഗറിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര തവണ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലി വൺസ് കൊടുത്താൽ 104,000 ഒരു തവണ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ തവണ നോട്ടിഫിക്കേഷൻ കിട്ടും, പിന്നീട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. ഈ ഒരു അലേർട്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ്. ഇനി എപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എവറി ടൈം കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇവിടെ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ എന്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്ത് മെസ്സേജ് ആണെന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യണം എന്നുള്ളത്, നമ്മുടെ ആപ്ലിക്കേഷനിൽ വേണോ അതുപോലെ ഇമെയിലായിട്ട് വരണോ, എങ്ങനെ വേണം സെറ്റ് ചെയ്യാം. ഇപ്പോൾ നോട്ടിഫൈ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് മറ്റു ആപ്ലിക്കേഷനിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ വാല്യൂ എല്ലാം സെറ്റ് ചെയ്ത് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, അലേർട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഇനി പ്രൈസ് 104,000 എത്തുന്നു, ആ സമയത്ത് നമുക്ക് എന്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളതാണ്. ഇനി നമുക്ക് മാനുവലി ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ എത്തുമ്പോഴാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ പ്രൈസ് ഇനി എപ്പോഴാണോ 104,627 എത്തുന്നത് ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ അലേർട്ട് എന്നുള്ളത്. നമ്മുടെ ജോലിയുടെ ഇടയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ അലേർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ. നെക്സ്റ്റ് എന്നുള്ള റീപ്ലേ എന്നുള്ളൊരു ഓപ്ഷനാണ്. റീപ്ലേ എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം നമുക്ക് ഒരു സ്ട്രാറ്റജി കിട്ടി, ആ സ്ട്രാറ്റജി നമുക്ക് വർക്ക് ആവുന്നുണ്ടോ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നത്തെ ഡാറ്റ വെച്ചിട്ട് കറക്റ്റായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റിപ്ലൈ ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, ക്ലിക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എറൈസ് ആവും. എറൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അനാലിസിസ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിങ്ങനെ ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ നോക്കാം. പക്ഷേ ഇതെന്താണ്, ഇതൊരു പ്രീമിയം ഓപ്ഷനാണ്, പ്രീമിയം ടൂളാണ്, നമുക്ക് കിട്ടില്ല, ബേസിക് പ്ലാനിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റീപ്ലേ എന്നുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ബേസിക് പ്ലാനിൽ അത് കിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ അൺഡു റീഡു ഫംഗ്ഷൻ. നമ്മൾ ചെയ്തിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് മാറ്റണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നേ ഒരു ചേഞ്ച് ചെയ്തു, ആ ചേഞ്ച് ചെയ്ത് ഇതിൽ വീണ്ടും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ അൺഡു റീഡു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ടും ബാക്കോട്ടൊക്കെയുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നുള്ളത് നമുക്കറിയാം, ഇവിടെ കാണുന്ന ഈ ഒരു വാച്ച് ലിസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബിറ്റ്കോയിൻ്റെ ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ചാർട്ട് തന്നെയാണ്, BTC USDT. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യും, ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് എന്ത് ചെയ്യാം, ഒരുപാട് പേഴ്സിൻ്റെ ചാർട്ടുകൾ നമുക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എത്തീരിയം വേണം, എത്തീരിയം ആഡ് ചെയ്യാം. അതുപോലെ കർഡാനോടെ വേണമെന്നുണ്ടെങ്കിൽ കർഡാനോ എടുക്കാം. കർഡാനോ ഒന്ന് സെലക്ട് ചെയ്താൽ കർഡാനോടെ എത്ര ഡിഫറെൻറ്റ് ക്രിപ്റ്റോ കറൻസി വേണമെന്ന് അത്രയും നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാന്നുള്ളതാണ്. ഇനി ഓരോ തവണയും പോയിട്ട് ഈ സെർച്ച് ബോക്സിൽ പോയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോന്നും ഈസി ആയിട്ട് നമുക്ക് എന്ത് ഇത്തരത്തിൽ സ്വിച്ച് ചെയ്ത് എടുക്കാം. മാർക്കറ്റ് കാര്യങ്ങൾ, പ്രൈസ് മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മുടെ BTC USDT തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ വാച്ച് ലിസ്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ
കോയിൻസിൻ്റെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസാണ്. അതുപോലെ ഇവിടെ പ്രൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പ്രൈസ് കാര്യങ്ങളെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഉള്ളതാണ്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിരുന്നു. ആ ഇൻഡിക്കേറ്റേഴ്സിലും ഓരോ വാല്യൂസ് ഉണ്ടാവും. സ്റ്റൊക്കാസ്റ്റിക്സിനാണെന്നുണ്ടെങ്കിൽ 3 മെയിൻ വാല്യൂസ് ആണ്. 25, 50, 87 ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ആ വാല്യൂസ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഓരോ വാല്യൂസിൽ എത്തുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസിൽ ഓരോ മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള നമ്മൾ മുന്നോട്ട് വരുന്ന വീഡിയോസിൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഈ സൈഡിലെല്ലാം പറയുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അറിയേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതെന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മുടെ ഈ കേഴ്സറിൻ്റെ സ്റ്റൈൽ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പ്ലസ് ബട്ടൺ ആണ്. നമുക്ക് ഡോട്ട് ആക്കണം, ഡോട്ട് ആക്കാം. അതുപോലെ ഇവിടുന്ന് മാറ്റിയിട്ട് ആരോ ആണെന്നുണ്ടെങ്കിൽ ആരോ ആക്കാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ട്രേഡിങ് കാര്യങ്ങളെല്ലാം യൂട്യൂബിലെല്ലാം വീഡിയോസ് കാണുന്ന സമയത്ത് കാണാം, ഒരുപാട് ലൈൻസ് കാര്യങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഡ്രോയിങ് ടൂൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് അനലൈസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ടൂൾസ് ഉണ്ട്. ട്രെൻഡ് ലൈന്, പിന്നെ അതുപോലെ ഇൻഫോ, എക്സ്റ്റൻഡഡ് ലൈന്, പിന്നെ അതുപോലെ ട്രെൻഡ് എഡ്ജ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഈ ട്രെൻഡ് ലൈൻ എന്നുള്ള ടൂൾ നമുക്ക് ആവശ്യമുണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈനും ഹൊറിസോണ്ടൽ റേ ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത്തരത്തിൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള 3 സംഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ട് ഓരോന്നും മാനുവലായിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഏറ്റവും ആദ്യം എന്താണ് ട്രെൻഡ് ലൈൻ എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ട്രേഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ട്രെൻഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ട്രെൻഡ് ലൈൻ എന്നുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈനിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. ജസ്റ്റ് ഇവിടെ ട്രെൻഡ് ലൈൻ വരക്കുന്നുണ്ട്. വരക്കുന്നതൊന്നും കറക്റ്റ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്താണ് ഈ ടൂൾ എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാം. അതിൻ്റെ അപ്പിയറൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ അത് അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കാണുന്നില്ല വൈറ്റ് കളറായ കാരണം ജസ്റ്റ് ഞാൻ ബ്ലാക്കിലേക്ക് മാറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്നുള്ള തിക്നെസ്, ഈ ലൈനിൻ്റെ തിക്നെസ് കുറക്കണമെന്നുള്ളത് എടുക്കാം. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ കോപ്പി പേസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഡെസ്ക്ടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടും. Ctrl+C Ctrl+V അടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇത് സെയിം നമ്മൾ ഈ ഡ്രോ ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം, വരക്കാതെ തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. അതിനാണ് Ctrl+C Ctrl+V. നമ്മുടെ നോർമൽ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി, കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ട്രെൻഡ് ലൈൻ എന്നുള്ളത്. നെക്സ്റ്റ് എന്നുള്ളത് നമുക്കിവിടെ കാണാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരക്കണം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരക്കാൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇത് നമുക്ക് കളർ മാറ്റണം എന്നിട്ട് കളർ മാറ്റാം. ഇവിടെ വന്നിട്ട് ബ്ലാക്ക് ആക്കണമെന്നുണ്ട് ബ്ലാക്ക് ആക്കാം. അല്ലാതെ വേറെ ഏത് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാം. തിക്നെസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണിത്. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ റേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് എവിടുന്നാണ് നമ്മൾ വരക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് മാത്രമാണ് ഇതിൻ്റെ അപ്പിയറൻസ് വരുള്ളൂ എന്നുള്ളത് അതിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ SMCയിലൊക്കെ മാർക്കറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. സപ്പോസ് നമ്മളൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് നമുക്കത് ഡ്രോ ചെയ്യണം. ഡ്രോ ചെയ്യാൻ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ അടിക്കുക. ഫസ്റ്റ് ട്രെൻഡ് ലൈൻ എടുത്തതിന് ശേഷം ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഡ്രോ ചെയ്യുന്നതെന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഇത് ഇതിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മനസ്സിലാവണം നമ്മൾ ഈ വരച്ചിട്ടുള്ള സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ. കാരണം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലാവും ഇതെല്ലാം വരക്കുന്നത്. വരച്ചതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇത് നമ്മുടെ സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ അതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണം നമുക്ക് നോട്ട് കൊടുക്കാം. നോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. ഡബിൾ ക്ലിക്ക് അടിച്ചതിന് ശേഷം ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ടെക്സ്റ്റ് ഇവിടെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എവിടെയാണോ ഇത് ഈ ഒരു വേർഡ് വരേണ്ടത് ഇതിൻ്റെ മിഡിലാണ്. ഇപ്പോൾ കറൻ്റ് മിഡിലാണ് വന്നിട്ടുള്ളത്. ഇനി ടോപ്പിലേക്ക് ആക്കണം, ടോപ്പിലേക്ക് ആക്കാം. ബോട്ടമാണ് ബോട്ടമിലേക്ക് ആക്കാം. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് ഡീഫോൾട്ടായിട്ട് നമുക്കിത് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് സേവ് ആസ് എന്നുള്ള കൊടുത്തിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ ഒരെണ്ണം സേവ് ചെയ്ത് വെച്ചിരുന്നു, അത് കാരണമാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനി എപ്പോൾ നമ്മളിത് എടുത്തിട്ടും ഇത് റീപ്ലേസ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് ഇവിടെ വേറെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇത് ഞാൻ ജസ്റ്റ് വരക്കുന്നതേ ഉള്ളൂ, എന്താണെന്നുള്ളതൊന്നും കറക്റ്റ് അല്ല, വാല്യൂസ് ഒന്നും കറക്റ്റ് അല്ല. ഓക്കെ,
ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ടെംപ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, BOS സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും വേഡിങ്സ് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ കൊടുത്ത പോലെ വേഡിങ്സ് കാര്യങ്ങൾ, അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടില്ല. നമുക്ക് എന്ത് ട്രെൻഡ് ലൈനാണ്, സപ്പോർട്ട് ലൈനാണ്, എന്ത് വേണമെന്ന് നമുക്ക് അതുപോലെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് രണ്ടാമതായിട്ട് വരുന്നത് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ റിട്രേസ്മെന്റുകളൊക്കെ മാർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഫിബിനാച്ചി റിട്രേസ്മെന്റ് എന്നുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്യുന്നതും അതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ഒരു ടൂളാണ്. പലതരത്തിലുള്ള ടൂളുകളുണ്ട്. ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ള വാല്യൂ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വാല്യൂലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫിബിനാച്ചി റിട്രേസ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതിയാവില്ല. അപ്പോൾ എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് സെപ്പറേറ്റ് വീഡിയോ ഇതിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫിബിനാച്ചി റിട്രേസ്മെന്റ് എല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഫിബ് റിട്രേസ്മെന്റ് എന്നുള്ളത്. അത്തരത്തിലുള്ള പല റിട്രേസ്മെന്റ് ടൂളുകളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൂള് ഫിബിനാച്ചി റിട്രേസ്മെന്റ് ആണ്. പിന്നെ താഴെയുള്ള എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്ന് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത്തരത്തിൽ ഒരുപാട് പാറ്റേൺസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഞാൻ ബേസിക്കലി ട്രേഡിങ്ങിന് ഇതൊന്നും യൂസ് ചെയ്യാറില്ല, നമുക്ക് ആവശ്യം വരാറില്ല. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഫിബ് റിട്രേസ്മെന്റ് വരച്ച് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷോർട്ട് ലോങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം, ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു, ഈ ലോങ് എന്നുള്ളതും ഷോർട്ട് പൊസിഷൻ എന്നുള്ളതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫേവറേറ്റ് മാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫേവറേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റ് ഇവിടെ വരും, അതിലേക്ക് വരും. പിന്നെ ഓരോ തവണയും നമ്മളിത് സെലക്ട് ചെയ്തിട്ട് പിന്നീട് എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫേവറേറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കാണുന്ന നമ്മുടെ എന്തായിരുന്നു, ലോങ് പൊസിഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കിട്ടി. ആ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മുടെ വ്യൂ എന്നുള്ളത് മുകളിലേക്ക് പ്രൈസ് പോകും, ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു, ഇത് നമ്മൾ ടാർഗറ്റ് വെക്കുന്നു, അതുപോലെ 5.25 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ. ഇത്തരം കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ ലോങ് എന്നുള്ള ടൂള്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നുള്ള ഷോർട്ട് എന്നുള്ളൊരു ടൂൾ നമ്മൾ പറഞ്ഞിരുന്നു. ഷോർട്ട് എന്നുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂ ബെയറിഷ് ആവുന്ന സമയത്ത് നമ്മുടെ റിസ്ക് റിവാർഡ്, നമ്മുടെ എൻട്രി കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇതാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഇവിടെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഏകദേശം ഈ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് 5.38 ആണ്. അതുപോലെ നമ്മുടെ ടാർഗറ്റ് പോയിന്റ് ഇതാണ്. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യാം, ബ്രോക്കറിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ പ്രൈസ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഷോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിരുന്ന പോലെ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ഹൊറിസോണ്ടൽ ലൈന് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ തവണയും ഇതിൽ വന്നിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വരച്ചാൽ മതി, ഇവിടെ പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വിക്ക് ഓപ്ഷൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫേവറേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ, ഈ ലോങ് ആൻഡ് ഷോർട്ട് എന്നുള്ളത്. പിന്നെ ഇതിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫോർകാസ്റ്റ്, പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാടുണ്ട്. ഇതൊന്നും നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യാറില്ല. നമുക്ക് നോർമലായിട്ട് ഞാൻ എടുക്കുന്ന ടൂൾസുകളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഹൈലൈറ്റ് എന്നുള്ള ഈ ടൂൾ എടുക്കാം, ഇവിടെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ആരോ പല തരത്തിലുള്ള ടൂളുകൾ ഉണ്ടാക്കും. ഓരോരുത്തർ നമ്മൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണ്, അതിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നത് ഈ ഒരു റെക്ടാങ്കിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരയ്ക്കാൻ നമ്മുടെ ലൈൻസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ബേസിക്കലി ഞാൻ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഈ കാണുന്നത് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ വരും. സ്റ്റൈലിൽ പോയിട്ട് ഞാൻ ബോർഡർ ബ്ലാക്ക് കളറിലേക്ക് കൊടുക്കുന്നുണ്ട്, ഗ്രേ കളറിലേക്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത്തരത്തിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ടെക്സ്റ്റ് നമുക്കിത് എന്താണോ ഡ്രോ ചെയ്തിട്ടുള്ളത്, നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. സപ്പോർട്ട് ലൈൻ എന്ന് കൊടുത്തു. സപ്പോർട്ട് ലൈൻ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തു. ഞാനത് ഇവിടെ സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് ആസ് സപ്പോർട്ട് ഇതിവിടെ കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈനും ഇവിടെ ഡ്രോ ആയിട്ടുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് കണ്ടു, അപ്പോൾ വീണ്ടും ഒരു റെക്ടാങ്കിൾ നമ്മളിവിടെ ഡ്രോ ചെയ്യുകയാണ്. ഇവിടെ നമ്മളൊരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ട് ലൈൻ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ടെംപ്ലേറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് ഒന്ന് എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റുന്നുണ്ട്.
ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിക്കുക. ഡബിൾ ക്ലിക്ക് അടിച്ചിട്ട് ഇതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കുക. സപ്പോർട്ട് ബ്ലാക്ക് കളർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് ലൈൻ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും നമുക്ക് ടെക്സ്റ്റ് എല്ലാം കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായിരുന്നു റെക്റ്റാങ്കിൾ ടൂൾ എന്നുള്ളത്. പിന്നെ ഇത്തരത്തിൽ ഒരുപാട് നമ്മുടെ ഹയർ ഹൈസും ഹയർ ലോസ് എല്ലാം മനസ്സിലാക്കുന്നതിന് ഇപ്പോൾ ഇവിടെ ഒരു ഇത് മാർക്ക് ചെയ്യണം, ഈ ഒരു ലോ മാർക്ക് ചെയ്യണമെന്നുണ്ട്, ഹൈ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ എടുക്കാം, നമുക്കിവിടെ ഡ്രോ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ഓരോ ഹൈ പോയിന്റ് ലോ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ കാണുന്ന സർക്കിൾ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് മെഷർ ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്രയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, പ്രൈസിൽ എത്ര മൂവ്മെൻറ്റ് വന്നു, എത്ര പെർസെൻറ്റേജിൽ മൂവ്മെൻറ്റ് വന്നു, പിന്നെ അതുപോലെ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര ആയിരുന്നു, വോളിയത്തിൽ എത്ര മാറ്റം വന്നു. അപ്പോൾ അതൊക്കെ മെഷർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന മെഷർ എന്നുള്ളൊരു ഓപ്ഷന്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ജസ്റ്റ് സൂം ചെയ്താൽ മതി. ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കഴ്സർ അഡ്ജസ്റ്റ് ചെയ്താലും മതി, നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നതാണ്. സൂം ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല, അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ഈ ലോക്കിംഗ് ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ ഇത്തരത്തിലുള്ള ടൂൾസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിതിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയണം ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ടാവും. അതാണ് നമ്മൾ വീഡിയോ വളരെ ഷോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് മാത്രം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇത്തരം ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, ടെലിഗ്രാം കമ്മ്യൂണിറ്റി. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങളുടെ ഈ ട്രേഡിംഗ് അതുപോലെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ട്രേഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നതാണ്. സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.